വയനാട് കമ്പളക്കാട് യുവാവിന് ക്രൂരമർദ്ദനമേറ്റു. കാറിൽ കയറ്റിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. കമ്പി കൊണ്ട് തലയിലും കഴുത്തിലും കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്നും പരാതിയിൽ. കമ്പളക്കാട് സ്വദേശി സുഫായത്തിനെ ആക്രമിച്ചത് മുൻവൈരാഗ്യത്തിന്റെ പേരിലെന്നാണ് നിഗമനം. 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദീപക് മോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ദീപക്, ഇത് പട്ടാപ്പകലാണ്, പൊതുജന മധ്യത്തിലാണ്, നഗരത്തിൽ തന്നെയാണെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് ഇതിന് പ്രേരകമായ മുൻവൈരാഗ്യം? മധു, അതായത് കമ്പളക്കാട് ടൗണിലാണ് ഒരു സംഘം യുവാക്കൾ ചേർന്ന് മറ്റൊരു യുവാവിനെ കാറിനകത്ത് കയറ്റി ക്രൂരമായി മർദ്ദിച്ചത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വാക്കുതർക്കം ഇവർ തമ്മിൽ ഒരു മാസം മുൻപുണ്ടായിരുന്നു. ആ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൽ കലാശിച്ചത്. ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ സംഭവം. ടൗണിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് കമ്പളക്കാട് സ്വദേശിയായ സുഫൈദ് എന്ന യുവാവിനെ ഒരു സംഘം യുവാക്കൾ ചേർന്ന് കാറിനകത്തേക്ക് വലിച്ച് ഇഴച്ച് കയറ്റിയതും കാറിനകത്ത് മർദ്ദിച്ചതും ഉടൻ തന്നെ അവിടെയുള്ള നാട്ടുകാരടക്കം അവിടെ ഓടിക്കൂടുന്നതും ആളുകളെ പിടിച്ചു മാറ്റുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കമ്പളക്കാട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കമ്പളക്കാട് സ്വദേശികളായ നജീബ്, നൈസാം, അൻസാർ, സുഹൈൽ എന്നീ 4 പേർക്കെതിരെയും കണ്ടാൽ അറിയുന്ന മറ്റൊരാൾക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ മുൻപും വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ വാക്കുതർക്കത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത്. ആ സമീപത്തെ കടയിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യമാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മധു, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവം നടക്കുന്ന സ്ഥലം പ്രേക്ഷകരൊന്ന് നോക്കണം. നഗരമധ്യത്തിലാണ്, ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്പളക്കാട് പ്രദേശത്താണ്. അവിടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നു. യുവാവിനെ ഇത്രയും ആളുകൾ അവിടെ തമ്പടിച്ചു നിന്നിരുന്നു. അതിനുള്ളിലേക്ക് കയറ്റി ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ദീപക് മോഹൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ദീപക്, പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മധു, നിലവിൽ ഇപ്പോൾ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 5 പേർക്കെതിരെ കമ്പളക്കാട് സ്വദേശികളായ നജീബ്, അൻസാർ, നൈസാം, സുഹൈൽ എന്നീ 4 പേർക്കെതിരെ മറ്റൊരാളായ കണ്ടാൽ അറിയുന്ന ഒരാൾക്കെതിരെയുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ സംഭവം നടന്ന വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നും പ്രതികളായ ആളുകൾ ഹാജരാക്കണമെന്നും പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശം അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഇന്ന് സ്റ്റേഷനിൽ എത്താമെന്ന് പ്രതികൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ യുവാവിന് തലയ്ക്കാണ് പരിക്കേറ്റത്. കമ്പി കൊണ്ട് ആണ് മർദ്ദിച്ചത്. മധു, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വയനാട് കമ്പളക്കാടാണ് ഈ സംഭവം ഉണ്ടായത്. യുവാവിനെ കാറിൽ പിടിച്ചു കയറ്റി ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുൻവൈരാഗ്യത്തെ തുടർന്നാണ് മർദ്ദനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ.